ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു നാടൻ പയർ മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 350 ഗ്രാം പയർ നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് മാത്രം ഒരു 1/4 കപ്പ് വെള്ളവും കൂടി വെച്ച് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർക്കണ്ട. വെള്ളം കൂടിപ്പോയാൽ പയർ വെന്ത് കുഴഞ്ഞു പോകും. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താലും മതി. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും അടച്ച് വെക്കാം. ഇനി ഇത് തുറന്ന് നോക്കാം. ഇതിൽ ചേർത്ത വെള്ളം മുഴുവനായിട്ട് വറ്റിയിട്ടില്ല. കുറച്ച് വെള്ളം ഇതിലുണ്ട്. പയറിപ്പോൾ അത്യാവശ്യത്തിന് വെന്തിട്ടുമുണ്ട്. ഇനി ഈ വെള്ളത്തോടു കൂടി തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വന്നാൽ 5-10 ചെറിയ ഉള്ളി ചതച്ചിട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടോ ഇട്ട് കൊടുത്തിട്ട് ഉള്ളി കളറൊന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചില്ലി ഫ്ലേക്സിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വന്നാൽ വേവിച്ച് വെച്ച പയർ അതിൽ കുറച്ച് വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുഴഞ്ഞു പോകാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. പയർ ഒരു 1/4 ഭാഗം വെന്തതാണ്. കുറച്ച് സമയം കൂടി വേവിച്ചെടുത്താലും മതി. 3 മിനിറ്റിന് ശേഷം തുറന്നിട്ട് കുറച്ച് സമയം ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ പയർ മെഴുക്ക് പുരട്ടി വെള്ളമയമൊക്കെ പോയിട്ട് ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ആദ്യം ഒന്ന് വേവിച്ചിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മെഴുക്ക് പുരട്ടിയാണ്. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്ത് തന്നെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്